The Real FM 103.6. ശ്രദ്ധ. സൗന്ദര്യം ഇഷ്ടപ്പെടാത്ത മനുഷ്യരില്ല എന്ന് തന്നെ പറയാം. സൗന്ദര്യാസ്വാദനത്തോടൊപ്പം സ്വന്തം സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി പല വസ്തുക്കളും ഉപയോഗിക്കുന്നവരാണ് പലരും. ഈയിടെ ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം വളരെയധികം വർദ്ധിക്കുന്നതായി കാണാം. അങ്ങനെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മുൻപിൻ നോക്കാതെ വാങ്ങി ഉപയോഗിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തിയ പഠനം നൽകുന്നത്. ഓപ്പറേഷൻ സൗന്ദര്യ എന്ന് പേരിട്ട് 2 ഘട്ടങ്ങളിലായി സംസ്ഥാനത്ത് നടത്തിയ പരിശോധനകളിൽ അനുവദനീയമായതിൽ കൂടുതൽ മെർക്കുറി ചേർത്ത ലിപ്സ്റ്റിക്ക്, ഫേഷ്യൽ ക്രീമുകൾ എന്നിവ കണ്ടെത്തുകയുണ്ടായി. ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് ശ്രദ്ധയോട് പ്രതികരിക്കുന്നു സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ സുജിത് കുമാർ. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ സൗന്ദര്യ. ഇത് 2 ഘട്ടങ്ങളിലായി നടത്തുകയുണ്ടായി. മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക്സ് റൂൾസ് 2020 നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ ഇല്ലാതെ നിർമ്മിച്ച് വിതരണത്തിനെത്തിയ ഏകദേശം 7 ലക്ഷത്തിലധികം വരുന്ന വിവിധ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മളുടെ പരിശോധനകളിൽ പിടിച്ചെടുക്കുകയുണ്ടായിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ തന്നെ കേസ് എടുക്കുകയും കോടതി മുമ്പാകെ തൊണ്ടി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം വിവിധ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും വകുപ്പിൻ്റെ തിരുവനന്തപുരം, എറണാകുളം ലബോറട്ടറികളിൽ ഇവ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഫേസ് ക്രീം, ലിപ്സ്റ്റിക് പോലെയുള്ള ഉൽപ്പന്നങ്ങളിൽ വളരെയധികം, അതായത് അനുവദനീയമായതിൽ കൂടുതൽ ഏകദേശം 10,000-12,000 മടങ്ങ് ഓളം മെർക്കുറിയുടെ അംശം ഈ പല സാമ്പിളുകളിലും കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. ഇത് നിരന്തരം ഉപയോഗിക്കുന്നതിൽ ഒട്ടേറെ ദൂഷ്യഫലങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ വീണ്ടും ഇതിൻ്റെ ഒരു 3ാം ഘട്ടമായിട്ട് ഉടനെ കർശനമായിട്ടുള്ള പരിശോധന നടത്തുവാൻ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് ലൈസൻസ് നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അതുപോലെ വ്യക്തമായ മേൽവിലാസം ഉള്ള നിർമ്മാതാക്കളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം നോക്കി വാങ്ങേണ്ടതാണ്. കാരണം നമ്മൾ നടത്തിയ പരിശോധനയിൽ പല ഉൽപ്പന്നങ്ങൾക്കും വ്യക്തമായ ഒരു മേൽവിലാസമില്ല. ഏതെങ്കിലും ഒരു സ്ഥലപ്പേര് മാത്രം ചേർത്ത് സ്ഥാപനങ്ങളുടെ ഒന്നും പേര് നൽകാതെയാണ് പല ഉൽപ്പന്നങ്ങളും വിപണിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ മേൽവിലാസം ഉള്ള ഉൽപ്പന്നങ്ങൾ മാത്രം നോക്കി വാങ്ങാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ വ്യാപാരികൾക്കുള്ള നിർദ്ദേശം, പല സ്ഥാപനങ്ങളിൽ നിന്നും ഞങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് മതിയായ പർച്ചേസ് ഇൻവോയ്സുകൾ ഇല്ലാതെയാണ് ഈ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി സൂക്ഷിച്ചിട്ടുള്ളത്. കണ്ടെത്തിയ സ്ഥലങ്ങളിൽ അധികം തന്നെ പർച്ചേസ് തെളിയിക്കുന്ന ഇൻവോയ്സുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രതികളായിട്ട് ഈ വ്യാപാരികളായിരിക്കും വരിക. അപ്പോൾ വ്യക്തമായൊരു സോഴ്സിൽ നിന്ന് മാത്രം പർച്ചേസ് നടത്താൻ വ്യാപാരികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മലയാളികളുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളോടുള്ള ഭ്രമം ഈയിടെയായി വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓൺലൈനായും മറ്റും വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കൾ പലതും ശരീരത്തിന് ഹാനികരമായവയാണ്. വെളുക്കാൻ ഉപയോഗിക്കുന്നവ ശരീരം കറുക്കാൻ കാരണമാകുന്നു, ആന്തരികാവയവങ്ങളെ ബാധിക്കുന്നു. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഡെർമറ്റോളജി വിഭാഗം അധ്യക്ഷനും പ്രൊഫസറുമായ ഡോക്ടർ EM അബ്ദുൽ ലത്തീഫ്. കേരളീയർ ഇന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി. കേരളീയരുടെ സൗന്ദര്യ സങ്കല്പം ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. കൗമാരക്കാരായ കുട്ടികളൊക്കെ ഇപ്പോൾ മുഖത്ത് ഒരു സൺസ്ക്രീനോ ഒരു മോയ്സ്ചറൈസറോ ഉപയോഗിക്കാതെ പുറത്തിറങ്ങുന്നേ ഇല്ല. മാത്രമല്ല, ഈ അടുത്ത് ഒരു ഗർഭിണി വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ പ്രസവിച്ച ഉടനെ കുട്ടിക്ക് എന്തൊക്കെ ക്രീമുകളാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ ചെറിയ കുട്ടികളെ കൊണ്ട് വന്നിട്ട് ഏത് സ്കിൻ ടൈപ്പാണ്, അപ്പോൾ സ്കിന്നിന് പറ്റുന്ന നല്ല ക്രീമുകൾ ഏതാണ്, ഇത്തരം ചോദ്യങ്ങൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 4-5 കൊല്ലം മുമ്പ് ഇത്തരം ആവശ്യങ്ങൾ നമ്മുടെ നാട്ടുകാരിൽ നിന്ന് കാണാറുണ്ടായിരുന്നില്ല. പത്ര മാധ്യമങ്ങളിലും മറ്റ് ഓൺലൈൻ വാട്സാപ്പും യൂട്യൂബുമൊക്കെ അതിൽ ധാരാളമായി കാണുന്ന പരസ്യങ്ങളാണ് ഇതിലേക്ക്
നമ്മുടെ കേരളീയർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ പലപ്പോഴും നമുക്ക് ഗുണത്തെക്കാളേറെ ദൂഷ്യങ്ങൾ ധാരാളമായി വരുന്നുണ്ട്. ഈ അടുത്ത് തന്നെ ഈ കോസ്മെറ്റിക്സിൽ പരിശോധിച്ചപ്പോൾ അതിൽ മെർക്കുറിയുടെ കണ്ടൻറ്റ് വളരെ കൂടുതലായിട്ട് കാണപ്പെട്ടു. സ്കിന്നിൽ ഉപയോഗിക്കുന്ന പല ക്രീമുകളും, പ്രത്യേകിച്ചും ഡാർക്ക്നെസ് കുറച്ച് സ്കിൻ ലൈറ്റനിങ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന പല ക്രീമുകളിലും മെർക്കുറി ഉപയോഗിക്കുന്നുണ്ട്. മെർക്കുറി ഉപയോഗിക്കുമ്പോൾ മെലാനിൻ്റെ പ്രൊഡക്ഷനെ അത് കുറക്കുന്നു എന്നതാണ് മെർക്കുറി ഉപയോഗിക്കാനുള്ള കാരണം. പക്ഷെ മെർക്കുറി ഒരു ഹെവി മെറ്റലാണ്. അത് കുറേ കാലം ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന് ഒരുപാട് ദൂഷ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു, നമ്മുടെ സ്കിന്നിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും സ്കിന്നിൽ തന്നെ ഒരുപാട് കുഴപ്പങ്ങൾ വരുന്നു. വെളുക്കാനാണ് നമ്മൾ തേക്കുന്നതെങ്കിലും പല ആളുകളിലും ചിലപ്പോൾ അത് സ്കിന്നിനെ കറുക്കാൻ ഇടവരുന്നുണ്ട്. ഇനി മെർക്കുറി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിനൊരു സ്ലേറ്റ് ഗ്രേ കളർ മെർക്കുറി കൊണ്ടുണ്ടാകുന്നു. ഈ അടുത്തായിട്ട് ഒരുപാട് രോഗികളെ കാണുന്നു, അവരുടെ മുഖം പെട്ടെന്ന് പല ക്രീമുകളും തേച്ച് കറുത്തു പോകുന്നു. പിന്നെ അത് മാറണമെങ്കിൽ ഒരുപാട് കാലം ചികിത്സിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഇത് സ്കിന്നിൽ നിന്ന് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുകയും അങ്ങനെ നമ്മുടെ ആന്തരിക അവയവങ്ങളെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് പല രീതിയിലുള്ള ക്രീമുകളും, നമ്മുടെ ഹെർബൽ ക്രീമുകളടക്കം ഇത്തരം മെർക്കുറി കമ്പൗണ്ട്സ് വളരെ കൂടുതലാണ്. അപ്പോൾ ഏത് ക്രീമാണെങ്കിലും നമ്മൾ കുഴപ്പമില്ല എന്ന് കരുതി തേക്കുന്ന പല ക്രീമുകളിലും ഈ മെർക്കുറിയുടെ കണ്ടന്റ് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ അത് ബാധിക്കുന്നു, മെമ്മറി ലോസ് ഉണ്ടാക്കുന്നു, മസിലുകൾ വീക്കാവുന്നു, സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകുന്നു, ഓർമ്മക്കുറവ്, അതുപോലെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ മറ്റ് നാഡികളുടെ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല സ്കിന്നിൽ തന്നെയും ഇത് കൂടുതലായിട്ട് ഈ മെർക്കുറി കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ പ്രധാനമായ കാരണമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ നമ്മുടെ നഖങ്ങളുടെ വളർച്ചയെ അത് ബാധിക്കുന്നു. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്ക് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൂടെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ക്രമാതീതമായി നമ്മൾ ഇത്തരം വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം കുറക്കുമെന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ രോഗികളായിട്ട് മാറുന്ന അവസ്ഥ വരുന്നു. സൗന്ദര്യവർദ്ധനവിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി മാത്രമേ അവ വാങ്ങാവൂ. അംഗീകൃത സ്ഥാപനങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതാണ് ഉചിതം. പേരാമ്പ്രയിലെ ബ്യൂട്ടി തെറാപ്പിസ്റ്റും ട്രെയിനറുമായ എം സിന്ധു. മെർക്കുറി അടങ്ങിയ കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രധാനമായും അളവിൽ കൂടുതലുള്ള മെർക്കുറി പ്രോഡക്റ്റ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ ഓർഗൻസിനെ എഫക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിനെ, കിഡ്നിനെ, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒട്ടനവധി ഓർഗൻസിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. ഇത് കാരണം നമുക്ക് മെമ്മറി ലോസ്, നെർവസ്നെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, ഹെഡേക്ക്, വെയിറ്റ് ലോസ് ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ നിരന്തരമുള്ള ഈ വെളുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെർക്കുറി പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഇത് കാരണം സ്കിന്നിൽ റാഷസ്, ഗ്രേ കളർ ഇതൊക്കെ ആയി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മള് ഓതറൈസ്ഡ് ആയ ഡീലേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് ഒക്കെ നോക്കി ഉപയോഗിക്കാൻ പറ്റുന്ന തെറാപ്പിസ്റ്റുകളൊക്കെ പറഞ്ഞ് ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റുകൾ നമ്മൾ സ്വന്തമായി ഒന്നും അറിയാതെ ഉപയോഗിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അതായത് ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അംഗീകൃതമായ ഷോപ്പുകളിൽ നിന്ന് തന്നെ വാങ്ങി ഉപയോഗിക്കുക. പെട്ടെന്ന് നമ്മൾ വെളുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലുള്ള എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണെന്ന് അറിയാതെ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നിങ്ങൾ പഠിച്ച് അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങുകയാണെങ്കിൽ അതിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്, ഇത് നമ്മുടെ ബോഡീനെ എത്രമാത്രം എഫക്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നാം പുറമേ പുരട്ടുന്ന ലേപനങ്ങൾ നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നുണ്ട്. അത് വൃക്കയിലേക്ക് എത്തുമ്പോൾ അതിനെ ശുദ്ധീകരിക്കാൻ കഴിയാത്ത മെർക്കുറിയുടെ അംശം അവിടെ അടിഞ്ഞുകൂടുന്നത് വൃക്കയുടെ പ്രവർത്തനത്തെ തകരാറിലാക്കും. കേരള സ്റ്റേറ്റ് ഡെർമറ്റോളജി അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഡോക്ടർ എം ഫൈസൽ. ആക്ച്വലി ജനങ്ങൾക്ക് ഫെയർനെസ്സിനോട് ഭയങ്കര ഒരു കമ്പം കൂടുതലുള്ളത് കൊണ്ട് ഇങ്ങനത്തെയൊക്കെ ക്രീമുകൾ പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ റീഫിൽ ചെയ്യുന്നുണ്ട്. അത് പുതിയ പാക്കറ്റുകളിലാക്കിയിട്ട് ഓൺലൈനിലായിട്ടൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ കണ്ടിട്ടുള്ളത് കിഡ്നി ഫെയിലിയർ ഒക്കെ ഉണ്ടായ ചില പേഷ്യന്റുകളിൽ നിന്ന് നോക്കിയതിലാണ് മനസ്സിലാക്കിയത് അതിൽ മെർക്കുറിയുടെ അംശം കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. അപ്പൊ അങ്ങനത്തെ ക്രീമുകൾ കഴിയുന്നതും ഒഴിവാക്കുക. ഇതൊരിക്കലും ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതല്ല,
മെഡിക്കൽ ഷോപ്പിൽ നിന്നും കിട്ടണതല്ല, ഓൺലൈനിലാണ് കിട്ടുന്നത്. അപ്പൊ ഡോക്ടർമാര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ മാത്രം ഉപയോഗിക്കുക. നമ്മൾ പരത്തുന്ന ഏത് ക്രീമും ഏത് ലേപനങ്ങളും അത് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നുണ്ട്, അത് വലിച്ചെടുത്തിട്ട് അത് പിന്നെ രക്തധമനികളിലൂടെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ പോയി അത് കിഡ്നി വഴി ആണ് അത് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പൊ അത് കിഡ്നിയുടെ അരിപ്പയില് അടിഞ്ഞു കൂടിയിട്ട് അതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാവും. കിഡ്നിയുടെ അരിപ്പ കേടുവരും, തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലുള്ള കിഡ്നി ഡിസീസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്നത് പഴഞ്ചൊല്ലാണ്. എന്നാൽ ഇപ്പോൾ അത് നമുക്ക് അനുഭവേദ്യമാവുകയാണ്. മുഖസൗന്ദര്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കും ഫേഷ്യൽ ക്രീമുകളും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആരോഗ്യത്തിനു കൂടി ഹാനികരമാകുന്നു എങ്കിൽ അത്തരം വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുന്നതല്ലേ ഉചിതം. ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഗുണനിയന്ത്രണം കർശനമായി നടപ്പാക്കാനുള്ള നടപടികളാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.